താലി ചാപ്റ്റർ 2. രചന മഞ്ചാടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഗിരി, നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? മിനിയുടെ ഭർത്താവ് തളച്ചയോട് ചോദിക്കണം. സാർ ക്ഷമിക്കണം, പറയാണ്ടിരിക്കാനാവില്ല. നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, സ്വന്തം ദുർവാശി നിറവേറ്റാൻ എന്ത് നെറുകേടും പ്രവർത്തിക്കാൻ മടിയില്ലാത്തവരാ. അല്ലെങ്കിൽ ഇവർ ഇത്രയും തരംതാണ പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. ഗിരിയുടെ ദേഷ്യം അപ്പോഴും കെട്ടടങ്ങിയില്ല. ചന്തുവും നിത്യയും വേഗം സംഗീയുടെ അടുത്തേക്കെന്ന് അവളെ താങ്ങിപ്പിടിച്ചു. ഒരാശ്രയം കിട്ടിയതുപോലെ സംഗി പൊട്ടിക്കരഞ്ഞു. നീ ഒന്ന് തെളിച്ചു പറകിരി, കിരൺ പറഞ്ഞു. ഇവരിന്ന് ഉണ്ണിയും ചന്തുവും തമ്മിലുള്ള കല്യാണം മുടക്കാൻ വേണ്ടി കാണിച്ച തറവേലകളാ ഈ കാണുന്നത്. പക്ഷേ ഇവരുടെ കണക്കൂട്ടലുകൾ തെറ്റി. വാതിലോർക്കുമ്പോൾ ഉണ്ണിയെ പ്രതീക്ഷ ഇവർ എന്നെ കണ്ടപ്പോൾ ഒന്ന് പതറി അല്ലേ? ഉണ്ണി, ഇന്ന് രാത്രി നമുക്ക് കട്ടൻ തിളപ്പിച്ച് തന്നിട്ടില്ലേ? അത് ചന്തുവാണെന്ന് കരുതി നമുക്ക് തെറ്റി. ഈ സ്ത്രീയായിരുന്നു ചെയ്ത്. അതിലെന്തോ മരുന്ന് കലർത്തിയിരുന്നു. അത് കുടിച്ച് നീ ഈ മുറിയിൽ വന്ന് കിടക്കുമ്പോൾ അതേപോലെ സ്വന്തം മകൾക്കും കൊടുത്ത് മയക്കി അവളെ നിന്റെ ഒപ്പം കിടത്താന്നവർ ലക്ഷ്യം വെച്ച്. പക്ഷേ നിന്റെ സ്ഥാനത്ത് ഇവർ കലക്കി വെച്ച് കുടിച്ച് ഞാനായിരുന്നു. കിടക്കാനകത്തേക്ക് വന്നപ്പോൾ എനിക്ക് തളച്ചു വന്നെങ്കിലും ഞാനത് കാര്യമാക്കിയിരുന്നില്ല. കുറച്ച് മുമ്പ് വരെ എനിക്ക് ഇവരായതിൻ്റെ പിന്നിലെന്ന് കൃത്യമായിട്ട് ഉറപ്പുണ്ടായതുമില്ല. പക്ഷെ അവൾ പറഞ്ഞു, ഇന്നലത്തെ സംഭവം കൂട്ടി വായിച്ചപ്പോൾ മനസ്സിലായി ഇതുവരെ എഴുതിയ തിരക്കഥയായിരുന്നു. ഗിരി പറഞ്ഞു. എല്ലാവരും വിശ്വസിക്കാനാവാതെ ഞെട്ടിവരച്ച് നിൽക്കുകയായിരുന്നു. മിനിയുടെ ഭർത്താവ് അവരുടെ മുമ്പിലേക്ക് വന്നു. മിനിയുടെ മുഖം ഇതിനോടകം ചോര പറ്റി വരണ്ട് വിളറിയിരുന്നു. അവർ പേടിയോടെ തൻ്റെ ഭർത്താവിനെ നോക്കി. നീയാണോടി ഈ ചേറ്റത്തരങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടിയത്? പറയടി! ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് അയാൾ ശബ്ദം ഉയർത്തി. അതോടൊപ്പം മിനിയുടെ കവിളിൽ ആദ്യടി വീണു. മിനിക്ക് തൻ്റെ കവിൾ പറഞ്ഞു പോകുന്ന പോലെ തോന്നി. എങ്ങനെ തോന്നിയിടി നന്ദിയില്ലാത്തവളെ, നിന്റെ വയറ്റിൽ തന്നെയടി അത് ജനിച്ച്! അയാൾ പറഞ്ഞുകൊണ്ട് മറുകവിളൊരെണ്ണം കൊടുത്തു. നിന്റെ എല്ലാ ചേറ്റത്തരത്തിനും കൂട്ടുന്ന് എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ. പിന്നെയും കൊടുത്തു വന്നു. അയാളുടെ ദേഷ്യം ഒടുങ്ങുന്നവരെ. ആരും അവരെ തടഞ്ഞില്ല. അവരത് അറിയിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പെങ്ങളുടെ നിലവിളിയും കരച്ചിലും പ്രകാശിന്റെയും ആകാശിന്റെയും ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചെങ്കിലും അവർക്ക് അർഹതപ്പെട്ടത് ഏറ്റവും അർഹതയുള്ള വ്യക്തിയാണ് നൽകുന്നത് തിരിച്ചറിവ് അവർ മൗനം പാലിച്ചു. താഴെ നിന്ന് എല്ലാം കേട്ടുകൊണ്ടിരുന്ന തറവാട്ടമ്മയുടെ മുഖം കുനിഞ്ഞിരുന്നു. ഇതിനോടകം അയ്യോ തല്ലല്ലേ ഏട്ടാ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇവ നുണ പറയാം. മോളെ സംഗി, നീയെങ്കിലും അമ്മയെ വിശ്വസിക്കും. ഭർത്താവിന്റെ കൈ തട്ടിമാറ്റി അവർ സംഗിയുടെ അടുത്തേക്ക് ഓടി. മോളെ, അമ്മക്കൊന്നും അറിയില്ല, അമ്മയല്ല ചെയ്ത്, ഒന്ന് വിശ്വസിക്ക്. അവരൊരു പായശ്രമം നടത്തി. വേണ്ട, എനിക്ക് നിങ്ങളിൽ നിന്നൊന്നും കേൾക്കണ്ട. എനിക്കിങ്ങനെ ഒരു അമ്മയില്ല. എൻ്റെ അമ്മ മരിച്ചു. ഇത്രമാത്രം നിങ്ങൾ തരം താഴ്ന്നു പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ നിങ്ങൾ കഴിഞ്ഞു? പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചിട്ടുള്ളതല്ലേ? എന്നിട്ട് എനിക്ക് നിങ്ങളുടെ മുഖം കാണുന്നതിൻ്റെ പേടിയാ. സംഗീ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കരച്ചിലോടെ മുറിക്ക് പുറത്തേക്ക് ഓടി. മിനി മകളുടെ വാക്കുകൾക്ക് മുമ്പിൽ തറഞ്ഞു. വാടിയുടെ എൻ്റെ മോള് പറഞ്ഞു കേട്ടില്ലേ, ഇനി അവൾക്ക് ഇങ്ങനെ ഒരു അമ്മയില്ല, അതുപോലെ എനിക്കിങ്ങനെ ഒരു ഭാര്യയുമില്ല. അയാൾ പറഞ്ഞുകൊണ്ട് അവരുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് താഴേക്ക് കൊണ്ടുപോയി. എല്ലാവരും ഞെട്ടിൽ നിൽക്കുകയായിരുന്നു. തറവാട്ടമ്മയുടെ മുമ്പിലേക്കായിരുന്നു അവർ അയാൾ കൊണ്ടുപോയത്. ദേ നിങ്ങളുടെ മകൾ! അതും പറഞ്ഞുകൊണ്ട് തറവാട്ടമ്മയുടെ കാലത്തിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. ഇനി ഇവളെ സഹിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് സ്വസ്ഥയോടെ എൻ്റെ മകൻ്റെയും മകളുടെയും കൂടെ ഇനിയുള്ള കാലം ജീവിക്കണം. അതിന് ഇനിയുള്ളൊരു തടസ്സമാവാൻ പാടില്ല. മുകളിലെ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ തന്നെയല്ലേ ഇവൾക്ക് എല്ലാത്തിനും വളവെച്ച് കൊടുത്ത്? ഇപ്പോൾ ഒന്നും പറയാനില്ലേ നിങ്ങൾക്ക്? അദ്ദേഹം അലറി. തറവാട്ടമ്മയുടെ കണ്ണ് നിറഞ്ഞു. അവർക്കൊന്നും പറയാൻ സാധിച്ചില്ല. മിനി അയാളുടെ വാക്കിൽ കേട്ട ഞെട്ടലായിരുന്നു. അവർക്ക് ഭയം തോന്നി. അദ്ദേഹം അപ്പോൾ തന്നെ അവിടുന്ന് പുറത്തേക്ക് പാഞ്ഞുപോയി. കഷ്ടം അമ്മേ, അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നു എൻ്റെ പെങ്ങളോട് ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ അവരുടെ കാരണം ഞാൻ പോച്ചേനെ. അവൻ പറഞ്ഞ് അച്ഛൻ്റെ പിന്നാലെ ഇറങ്ങി. എല്ലാം കേട്ടുകൊണ്ടുന്ന പ്രകാശ് ആ നിമിഷം മുന്നോട്ട് വന്നു. ഇന്നിവിടെ ഒരു മംഗളകർമ്മ നടക്കാൻ പോകുന്നതാണ്. എൻ്റെ മോളുടെയും മോൻ്റെയും കല്യാണം. ഏറെ ആഗ്രഹിച്ച നിമിഷമാണിത്. ഒരു കാരണവശാലും അത് നഷ്ടപ്പെടുത്താനാവില്ല. നിനക്ക് വേണമെങ്കിൽ ഇപ്പം നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ മുകളിലൊരു മുറിയിൽ കഴിഞ്ഞോളൂ. ആളുകൾ എത്തിത്തുടങ്ങി. എല്ലാവരും പോയിട്ട് ഇറങ്ങിയാൽ മതി. പിന്നെ ഇങ്ങോട്ട് അമ്മയോടും കൂടിയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണല്ലോ എൻ്റെ മോളെ കാണുന്ന ചതുർത്ഥി. അതിനു മാത്രം ആ കുഞ്ഞ് നിങ്ങളോട് തെറ്റും ചെയ്തിട്ടില്ല, ഇനിയൊട്ടും ചെയ്യാനും പോകുന്നില്ല. പിന്നെ എന്തിനാ ഈ പേക്കുത്ത് കാണിച്ചു കൂട്ടുന്ന എനിക്കറിയില്ല. അമ്മയുടെ കൂടെ അറിവിനാണോ ഇപ്പം ഈ സംഭവം നടന്നിരിക്കുന്നത്? പ്രകാശ് ചോദിച്ചു. അമ്മക്കൊന്നും അറിയില്ല മോനെ. ഉണ്ണിയെപ്പോലെ തന്നെ ജീവൻ അമ്മക്ക് സംഗി മോളെ. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോടാ? വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് അവർ ചോദിച്ചത്. എനിക്കറിയില്ല. കുറച്ച് നാളുകളായി ഞാൻ എൻ്റെ അമ്മയല്ലല്ലോ ഇവിടെ കാണുന്നത്. എന്തായാലും സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഈ ചടങ്ങിൽ കൂടണമെന്നുള്ളൊരു മാത്രത്തോടെ നിന്നാൽ മതി. അല്ലാത്തവർക്ക് എങ്ങോട്ടെന്ന് വെച്ചാൽ ഇപ്പം ഇറങ്ങാം. പ്രകാശ് കടുപ്പിച്ച് തന്നെ പറഞ്ഞു. മിനി ഞെട്ടി വരച്ച് തൻ്റെ ഏട്ടനെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഏട്ടാ! അവർ വിറച്ചുകൊണ്ട് വിളിച്ചു. പ്രകാശ് മിനിയിൽ നിന്ന് അപ്പോൾ തന്നെ മുഖം തിരിച്ചു. അയാളുടെ നെഞ്ചും പിടക്കുന്നുണ്ടായിരുന്നു. വേദനയിൽ പിളരുന്നുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞിപ്പങ്ങളാണ്, പൊന്നനിയത്തിയാണ്. പക്ഷെ ഇവിടെ രൂക്ഷമാവാതെ കഴിയില്ല. മിനി നിറഞ്ഞ കണ്ണുകളുടെ മുഖമുയർത്തി എല്ലാവരെയും നോക്കി. അവരുടെ അവസ്ഥയിൽ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവിടെയുള്ള ഓരോരുത്തരും മിനിയെയും തറവാട്ടമ്മയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്.
ഞാനിനി ഒന്നിനും വരില്ല ഏട്ടാ. എൻ്റെ മോൾക്ക് നല്ല കിട്ടാൻ വേണ്ടിയാ, അവൾ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കാണിച്ചു കൂട്ടിയത്. പക്ഷെ എൻ്റെ കുഞ്ഞ് പറഞ്ഞു കേട്ടില്ല അവൾക്ക് ഇങ്ങനെ ഒരു അമ്മയില്ലെന്ന്. ഇനി ഞാൻ ആർക്കും ഒരു ദ്രോഹമൊന്നും ചെയ്യില്ല. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ഒരു പാവ കണക്കെ അവരതും പറഞ്ഞുകൊണ്ട് മുകളിലെ മുറിയിലേക്ക് നടന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. തറവാട്ടം അപ്പോൾ തന്നെ മുഖം താഴ്ത്തി മുറിയിലേക്ക് പോയി. എല്ലാവരിലും നടന്ന സംഭവങ്ങൾ സങ്കടം സൃഷ്ടിക്കുന്നതന്നെ ആയിരുന്നു. എങ്കിലും മൗനം തളം കെട്ടി നിന്നു. ഗിരിയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. സംഗി മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല. ആളുകൾ വന്നു തുടങ്ങി. ഇനി ഇങ്ങനെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി ഗിരി രണ്ടും കൽപ്പിച്ച് സംഗീയുടെ മുറിയുടെ വാതിൽ മുട്ടി. 2 തവണ മുട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ലെന്ന് അവൻ വിളിച്ചു. സംഗീത, ഞാൻ ഗിരിയാണ്, എനിക്ക് ഇതിനോട് സംസാരിക്കണം, വാതിൽ തുറക്ക്. അവൻ പറഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ട് മുറിയിൽ നിന്ന് സംഗി ഞെട്ടി. പിന്നെ വേഗം മുഖാമർത്തി തുടച്ച് വാതിൽ തുറന്നു. അവൻ അവളെയും നോക്കി. കരഞ്ഞ കണ്ണ് മുഖവും നന്നായി ചേർത്തിട്ടുണ്ട്. നന്നായി ചുവന്നിരിക്കുകയാണ് മുഖം. അവൻ മുറിയിൽ കയറി വാതിലടച്ച്. എനിക്കറിയാം താൻ സങ്കടത്തിലാണെന്ന്, എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നും അറിയില്ല. പക്ഷെ ഞാൻ തൻ്റെ അടുത്തൊരു അപേക്ഷയായിട്ടാണ് വന്നിരിക്കുന്നത്, ഗിരി പറഞ്ഞു. സംഗി മനസ്സിലാവാതെ അവനെ നോക്കി. ഇന്ന് നടന്ന സംഭവം കാരണം എല്ലാവരും വിഷമത്തിലാണ്. തന്നെ പോലെ ഓരോ മുറിയിലായിട്ട് ചടഞ്ഞുകൂടി ഇരിക്കുകയാണ് എല്ലാവരും. അവരിലൊക്കെ സന്തോഷം നിറക്കാൻ ഇപ്പോൾ തനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് താൻ എൻ്റെ ഒപ്പം നിൽക്കണം. അവൻ കാര്യം പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൾ നേരത്തെ സ്വരത്തിൽ ചോദിച്ചു. തനിക്കറിയാലോ, ഉണ്ണിയും ചന്തു ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന നിമിഷമാണിത്. ഇപ്പം താൻ ഈ കരച്ചിലും പിടിച്ചിലും മാറ്റിവെച്ച് മുന്നോട്ടിറങ്ങണം. തൻ്റെ മുഖത്ത് സന്തോഷം കണ്ട ഇവിടെയുള്ള എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരി. അതുകൊണ്ട് ഇങ്ങനെ ചടഞ്ഞിരിക്കാൻ താൻ കുളിച്ച് ഉഷാറായിട്ട് പോവാം. ഇപ്പോൾ രാവിലെ സംബന്ധിച്ച് തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. പിന്നെ തൻ്റെ അച്ഛനും ചേട്ടനും ദേഷ്യത്തിലിറങ്ങി പോയിരിക്കണം. അവർ വിളിച്ച് താൻ വരാൻ പറയണം, ഗിരി പക്വതയോടെ പറഞ്ഞു. സംഗി നേരത്തെ ചിരിയോടെ തലയാട്ടി. അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നി. അവൻ്റെ വാക്കുകൾ കേട്ട് സംഗി അതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. തറവാട്ടമ്മയും മിനിയെ ഒഴിച്ച് എല്ലാവരുടെയും അടുത്തേക്ക് അവൾ ചെന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന പോലെ തന്നെ അവൾ പെരുമാറി തുടങ്ങി. നിത്യയെ കൂട്ടി സംഗി ചന്തുവിൻ്റെ അടുത്തേക്ക് പോയി. അവളെപ്പോൾ തന്നെ ഗിരി ഉണ്ണിയെയും പ്രകാശിനെയും എല്ലാം ഉഷാറാക്കിയെടുക്കാൻ തുടങ്ങി. സംഗിയുടെ അച്ഛനും ഏട്ടനും കൂടി വന്നോടെ ആ സമയം എല്ലാവരും മറവിലേക്ക് തള്ളി സന്തോഷത്തോടെ ഒരുങ്ങാൻ തുടങ്ങി. തറവാട്ടമ്മയും മിനിയും മാത്രം പുറത്തേക്ക് ഇറങ്ങിയില്ല. അവർ രണ്ടുപേരെയും ആരും അന്വേഷിക്കാനും തുനിഞ്ഞില്ല. സംഗിയും നിത്യയും കൂടെ ചന്തുവിനെ ഒരുക്കാൻ തുടങ്ങി. ഗോൾഡൻ കരയുള്ള സെറ്റ് സാരിയായിരുന്നു ചന്തു ഉടുത്തിരുന്നത്. മുടിമടഞ്ഞ് മുല്ലപ്പൂ ചൂടി മിതമായ ആഭരണങ്ങൾ അണിഞ്ഞ് അവൾ ഇരുവരും സുന്ദരിയാക്കി. ഉണ്ണിയെ ഗിരിയും കിരണ നിവേദം കൂടി ഒരുക്കാനായി മുറിയിലേക്ക് അയറ്റി. ഗോൾഡ് കരയുള്ള വെള്ളമുണ്ടും ഗോൾഡ് കളർ ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. ഒരു കയ്യിൽ സ്വർണ്ണ തളവളയുണ്ട്. ഷർട്ടിന് വിടവിലൂടെ അവൻ്റെ കഴുത്തിൽ ചന്തിയാർത്തിയ കറുത്ത ചരടിലെ മാല കാണാം. കൂടാതെ സ്വർണ്ണമാലയും. അവൻ്റെ സൗന്ദര്യം അതിലൂടെ കൂടുതലായി വെട്ടിത്തിളങ്ങി. ദച്ചൂട്ടിയും ഇരുവരെയും പോലെ ഗോൾഡ് കരയുള്ള വെള്ള പട്ടുപാവടയായിരുന്നു ഉടുത്തിരുന്നത്. കഴുത്തുവരെയുള്ള കുഞ്ഞുമുടിയിൽ നെറ്റിയുടെ ഒരു വശത്തായി മുല്ലപ്പൂ സ്നേഹിട് വെച്ച് കുത്തിക്കൊടുത്തിട്ടുണ്ട്. അതാട്ടിക്കൊണ്ട് സന്തോഷത്തിലാണ് നടപ്പ്. ഒരു കയ്യിൽ സ്വർണ്ണ കൈച്ചെയിനും മറുകയിൽ സ്വർണ്ണ തടവളയുമുണ്ട്. കാലിൽ വെള്ളിയുടെ നിറയെ മുത്തുള്ള പാദസരം. കഴുത്തിൽ സ്വർണ്ണ ചെയിൻ പോലത്തെ മാലയുണ്ട്. കൂടെ കറുത്ത ചിരണ്ടി ഏൽസ് കൊടുത്ത മാലയുമുണ്ട്. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ആളുകൾ ഒരുക്കിയിരിക്കുന്ന മണ്ഡപത്തിന് താഴെയുള്ള കസേരയിൽ സ്ഥാനം പിടിച്ചു. സമയമായതും ഉണ്ണി മണ്ഡപത്തിൽ സ്ഥാനം പിടിച്ചു. പൂജാരി ചടങ്ങുകൾ ആരംഭിച്ചു. വധുവിനെ വിളിക്കാൻ സമയമായി. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി മാത്രം. ഉണ്ണിയുടെ ചിരിക്കുന്ന എന്നത്തേക്കാളും അഴകുണ്ട്. ഉണ്ണിയുടെ ഇടവശത്തായി നിൽക്കുന്ന കിരണിനെയും ഗിരിയെയും നിവേദിനെയും നോക്കി അവൻ ചിരിച്ചു. അതേസമയം താലവുമായി ചന്തു സംഗീയുടെയും നിത്യയുടെയും കൂടെ മണ്ഡപത്തിലേക്ക് വന്നു. എല്ലാവരിലും പുഞ്ചിരി നൽകുന്ന കാഴ്ചയായിരുന്നു അത്. ചന്തുവിന് തൊട്ടു മുമ്പിലായി ആദ്യം നടന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ്. കുഞ്ഞിക്കാല് വെച്ച് മെല്ലെ മെല്ലെ മണ്ഡപത്തിലിരിക്കുന്ന അച്ഛനെ നോക്കി ചിരിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. അതിൻ്റെ ഒപ്പം കയ്യിൽ പിടിച്ചിരിക്കുന്ന കുഞ്ഞി താരം ശ്രദ്ധിക്കുന്നുണ്ട് ആൾ. കുഞ്ഞിപ്പെണ്ണിനെ തൊട്ടുപുറകിലായി ചന്തു താലവും പിടിച്ചുകൊണ്ട് നടന്നു വന്നു. അവളിലേക്ക് നോട്ടമെത്തിയതും ഉണ്ണിയുടെ കണ്ണുകളിൽ വാത്സല്യം മാറി പ്രണയം നിറഞ്ഞു. അവൻ അതിയായ സ്നേഹത്തോടെ സന്തോഷത്തോടെ തൻ്റെ ചന്തുവിനെ നോക്കി. ചന്തുവും സ്നേഹത്തോടെ അവനെ നോക്കി ചിരിച്ചു. മണ്ഡപത്തിൽ കയറി വണങ്ങി അവൾ ഉണ്ണിയുടെ തൊട്ടടുത്തായി സ്ഥാനം പിടിച്ചു. ദച്ചൂട്ടി അപ്പോഴേക്ക് ഓടി വന്ന് തൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു. ഗിരിയോ ജയോ ആരും വിളിച്ചിട്ട് പോകാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഉണ്ണി തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഉണ്ണി തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ മടിയിൽ കയറ്റിയിരുത്തി അവിടെ നെറുകയിൽ ചുണ്ടമർത്തി. ദച്ചൂട്ടി വലിയ ആളെപ്പോലെ അവൻ്റെ മടിയിൽ നിന്ന് എല്ലാവരെയും നോക്കി. ചന്തു തൊട്ടടുത്ത് തന്നെ സ്ഥാനം പിടിച്ചു. പൂജാരി കർമ്മങ്ങൾ ആരംഭിച്ചു. കിരണും നിവേദും ഗിരിയും പ്രകാശനും ആകാശും നിറഞ്ഞ സന്തോഷത്തോടെ അവരുടെ ഒരു ഭാഗത്തായി നിന്നു. കിരണിൻ്റെ കയ്യിൽ അക്കുമോനുമുണ്ട്. മറുഭാഗത്ത് സംഖ്യയെ ഇരുഭാഗത്തുനിന്ന് ചേർത്ത് പിടിച്ച് അവളുടെ ഏട്ടനും അച്ഛനും കൂടാതെ നിത്യയും ശ്രീദേവിയും ജയയും ശാരദാമയും. പലരുടെയും മുഖത്ത് തറവാട്ടമ്മയെ കാണാത്തതിൻ്റെ സംശയം പൊങ്ങിയിരുന്നു. കൂടാതെ പല രീതിയിലുള്ള സംസാരവും ദച്ചൂട്ടിയും ചന്തുവിനെയും ഉണ്ണിയെയും പറ്റി വരുന്നെങ്കിലും ആരും അത് കാര്യമാക്കിയില്ല. ഇനി താരി ഇട്ടിക്കോളൂ, പൂജാരി പറഞ്ഞു. ഉണ്ണി താരി കയ്യിലെടുത്തു. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷം മാത്രം. ചന്തു നിറഞ്ഞ കണ്ണുകളോടെ ഉണ്ണിയെ നോക്കി കൈകൂപ്പി തലകുനിച്ചു. ഉണ്ണി മനസ്സിൽ തുടിക്കുന്ന സന്തോഷം അടക്കി നിർത്തി ചന്തുവിൻ്റെ കഴുത്തിൽ ഒരിക്കൽ കെട്ടിയ താലി ഒരിക്കൽ കൂടി മുറുകെ കെട്ടി.
ഇനി ഒരു വേദനയ്ക്കും വേർപിരിയലിനും വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അതേ നിമിഷം അവിടെ ഒരു കയ്യടി ശബ്ദം പൊങ്ങി. ആ കയ്യടി ശബ്ദം കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ ദച്ചൂട്ടിയിലേക്ക് എത്തി. ഉണ്ണിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് രണ്ടുപേരെയും നോക്കി നിൽക്കുകയായിരുന്നു അവൾ. അച്ഛനും അമ്മയെ താലി കെട്ടുന്ന കണ്ടതും കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം വിടർന്നു അവൾ സന്തോഷത്തോടെ കൈകൊട്ടി. അവരെ നോക്കി കണ്ണുവിടത്തി ചിരിച്ചു. ഉണ്ണി അപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണിനെ വാരിപ്പുണർന്നു അവളുടെ കവിളിൽ അമർത്തി ഉമ്മവെച്ചു. മറുവശത്തുനിന്ന് ചന്തു ഉമ്മവെച്ചു. എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു ആ കാഴ്ചയിൽ. ഉണ്ണി ചന്തുവിൻ്റെ സീമന്തരേഖ ഒരിക്കൽ കൂടി ചുമപ്പിച്ചു. പിന്നെ ഇരുവരും വലം വയ്ക്കാൻ എഴുന്നേറ്റു. ആദ്യം കുഞ്ഞിപ്പെൺ, പിന്നെ ഉണ്ണി, അതിനുശേഷം ചന്തു. അങ്ങനെയാണ് വലം വെച്ചത്. ചടങ്ങുകൾ കഴിയുന്നവരെ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞതും വന്നിരുന്നവർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങി. ഉണ്ണി ആ സമയം ചന്തുവിനെയും കുഞ്ഞിനെയും കൊണ്ട് തറവാട്ടമ്മയുടെ മുറിയിലേക്ക് ചെന്നു. എല്ലാം കേട്ടുകൊണ്ട് വേദനയോടെ കിടക്കുകയായിരുന്നു തറവാട്ടമ്മ. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവിടേക്ക് നോക്കി. ചന്തുവിനെയും കുഞ്ഞിപ്പെണ്ണിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന ഉണ്ണി അവർ കണ്ടു. അവർ എഴുന്നേറ്റു. 3 പേരുടെയും മുഖത്ത് സന്തോഷം മാത്രം. തറവാട്ടമ്മ ശ്രദ്ധിച്ചു. ഉണ്ണി കുഞ്ഞിപ്പെണ്ണിനെ താഴെ നിർത്തി തറവാട്ടമ്മയുടെ മുമ്പിൽ വന്ന് നിന്നു. മുത്തശ്ശി ഞങ്ങൾ അനുഗ്രഹിക്കണം, അവൻ പറഞ്ഞു. അതോടൊപ്പം ഇരുവരും അവരുടെ കാൽക്കൽ നമസ്കരിച്ചു. തറവാട്ടമ്മയുടെ കണ്ണു നിറഞ്ഞു. അവർ നിറഞ്ഞ കണ്ണുകളോട് അവർ അനുഗ്രഹിച്ചു. പിന്നെ ചേർത്ത് നിർത്തി പറഞ്ഞു, മുത്തശ്ശിയോട് നിങ്ങൾ രണ്ടുപേരും ക്ഷമിക്കണം. എൻ്റെ മക്കളുടെ അത്ര ശുദ്ധ മനസ്സ് ഈ മുത്തശ്ശിക്ക് ഇല്ലാണ്ട് പോയി. ഓളെ മുത്തശ്ശി കുറേ ദ്രോഹിച്ചു, വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു. മാപ്പ് പറയാൻ മാത്രമേ മുത്തശ്ശിക്ക് കഴിയൂ, അവർ പറഞ്ഞു. പണ്ടത്തെ ഗൗരവമൊന്നും അവരിൽ ആ നേരം ഉണ്ടായിരുന്നില്ല. മിനിയുടെ പ്രവൃത്തി അത്രമാത്രം ആ വൃദ്ധയുടെ മനസ്സിനെ പിടിച്ച് കുലുക്കിയിരുന്നു. അയ്യോ, എന്നോടൊന്ന് മാപ്പ് പറയേണ്ട തറവാട്ടമ്മേ, തറവാട്ടമ്മയുടെ പ്രാർത്ഥന മാത്രം മതി ഞങ്ങൾക്ക്, അവൾ പറഞ്ഞു. മോള് മനസ്സിൽ നന്മയുള്ള കുട്ടിയാണ്, അതുകൊണ്ടല്ല ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു, അവർ പറഞ്ഞു. അവളുടെ കവിളിലും തലോടി താഴെ തന്നെ നോക്കിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കവിളിൽ കൈ ചേർത്ത് കുനിഞ്ഞാ നെറ്റിയിൽ അവർ ചുണ്ടമർത്തി. എൻ്റെ ഉണ്ണിയുടെ മോള് തന്നെ, അതിലെനിക്കൊരു സംശയമില്ല, എൻ്റെ ചെറുമകൾ, അവർ പറഞ്ഞു. മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ പുറത്തേക്ക് പോവാം, ഭക്ഷണം കഴിക്കാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം, ഞാൻ അമ്മായിയും വിളിക്കുന്നുണ്ട്, ഉണ്ണി പറഞ്ഞ് അവർ തലയാട്ടി. ഉണ്ണി ചന്തുവിനെയും കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് മിനിയുടെ മുറിയിലേക്ക് പോയി. കരഞ്ഞ് കരഞ്ഞ് അവർ അവശതയിലായിരുന്നു. കുറേ നിർബന്ധിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങി വന്നത്. ഇതേ സമയം എല്ലാം കണ്ടാലും ചെയ്യുന്ന ഗിരിയിലായിരുന്നു സംഗീയുടെ അച്ഛൻ്റെ കണ്ണുകൾ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംഗിയെ കൈപ്പിടിച്ച് ഏൽപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. സംഗി അവൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ തിരക്കഴിഞ്ഞു കണ്ടതും അദ്ദേഹം ഗിരിയെ കൂടി ഒരു വശത്തേക്ക് മാറി. ആദ്യം അവൻ്റെ അഭിപ്രായം അറിയണമെന്ന് അദ്ദേഹം വിചാരിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. വൈകുന്നേരം പ്രകാശൻ്റെ സ്ഥാപനത്തിലുള്ളവർക്ക് വേണ്ടി ചെറിയൊരു പാർട്ടി ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെറിയ വിശ്രമത്തിലേക്ക് കടന്നു. വൈകുന്നേരം ചായ കുടിക്കുന്ന സമയം അയാൾ തൻ്റെ മനസ്സിലുള്ള എല്ലാവരോടും പറയാൻ തീരുമാനിച്ചു. ആകാശേട്ടാ, പ്രകാശേട്ടാ, എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്താ ശിവ, എന്താ കാര്യം, അദ്ദേഹം ചോദിച്ചു. വേറൊന്നുമല്ല, സംഗീമോളുടെ കല്യാണമാണ്. കുറേ നാളായി മനസ്സിൽ തോന്നിയ ആഗ്രഹമാണ്. ഇന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചു. മോളോട് ചോദിച്ചപ്പോൾ അവൾക്ക് സമ്മതക്കുറവൊന്നുമില്ല, അച്ഛൻ്റെ ഇഷ്ടം എന്നാണ് പറഞ്ഞു. പിന്നെ ചെറുക്കനെ നിങ്ങളെല്ലാവരും അറിയും, അദ്ദേഹം പറഞ്ഞു. മിനിയിൽ ഞെട്ടലുണ്ടായി. എല്ലാവരിലും ആകാംക്ഷ നിറഞ്ഞു. ആരാ ശിവ ആള്, ജയ ചോദിച്ചു. അത് വേറെ ആരുള്ള ചെറിയടുത്തി, നമ്മുടെ ഗിരിയ. ഞാൻ മോനോട് ചോദിച്ചു, മോന് കുഴപ്പമൊന്നുമില്ല, എങ്കിലും മോളുടെ ശാരദേച്ചിയുടെ അഭിപ്രായം അറിയണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ മോള് നല്ല മനസ്സോടെ എല്ലാവരെയും സ്നേഹിച്ച് ഉൾക്കൊണ്ട് ജീവിക്കും, ഗിരിയുടെ കയ്യിലേൽപ്പിച്ച എനിക്ക് ഉറപ്പുണ്ട്, അദ്ദേഹം പറഞ്ഞു. എല്ലാവരും അതിശയവും സന്തോഷവും നിറഞ്ഞു. കാരണം പരിചയപ്പെട്ട നിമിഷം മുതൽ ഗിരി അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അത്രയും നന്മയും മനുഷ്യത്വവും അവളിൽ നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും 100 വട്ടം സമ്മതമാണ് അമ്മാവ, ഉണ്ണി ഗിരിയെ ചേർത്തിരുത്തി പറഞ്ഞു. ഗിരി നേർമയായി ചിരിച്ച് സംഖ്യയെ നോക്കി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.